ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാരി പ്രീ പ്ലേറ്റിങ്ങിൻ്റെ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഫോൾഡിങ് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൾഡിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ 2-3 പേര് എന്നോട് പറഞ്ഞിരുന്നു, കമൻറ്റായിട്ടും അല്ലാണ്ടൊക്കെ പറഞ്ഞിരുന്നു ഫോൾഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൾഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. സാരി പ്രീ പ്ലേറ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അത് നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് കാണാം. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന സാരി എൻ്റെ ഫ്രണ്ടിൻ്റെ വളകാപ്പിൻ്റെ സാരിയാണ്. അപ്പോൾ അത് പ്രീ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രീ പ്ലേറ്റ് ചെയ്ത് അയണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫോൾഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സാരി തിരിച്ച് ടേബിളിലേക്ക് ഇടുക എന്നുള്ളതാണ്. അതായത് സെൻറ്റർ പ്ലേറ്റ്സ് വരുന്ന ഭാഗത്ത് നല്ല വശം അടിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ടേബിളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ എടുത്തിട്ട് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത്, ഫോൾഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ബോക്സിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സെൻറ്റർ പ്ലേറ്റ്സ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആ ഒരു ഗ്യാപ്പ് ഒരേ രീതിയിൽ വരാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് 2-3 ഫോൾഡ് അങ്ങ് ചെയ്താൽ മതി നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട്. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഒരു കൈയിൻ്റെ ആ ഒരു മെഷർമെൻറ്റാണ് എടുക്കുന്നത്. യൂഷ്വലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇതിലും ചെറിയ ബോക്സുകൾ ചെയ്യുന്നവരുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് കംഫർട്ടബിൾ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്, ഇത്ര ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് നമ്മൾ ബാക്കി പീസ് താഴേക്ക് കിടക്കുന്ന ആ പീസ് എടുത്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ പ്ലേറ്റ്സ് എടുത്ത ആ ഒരു ഭാഗം ആദ്യം മെഷർ ചെയ്യണം. ഇത്ര അളവിലാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ആദ്യം മെഷർ ചെയ്തതിന് ശേഷം ആ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ഫോൾഡിനകത്ത് വെച്ച് ആ പ്ലേറ്റ്സ് അനുസരിച്ചിട്ടൊന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒത്തിരി പ്രഷർ കൊടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്യരുത്, കാരണം നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പ്ലേറ്റ്സിനൊക്കെ ഒരു കേടുപാടും വരാൻ പാടില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു നൈസായിട്ട് നമ്മൾ അതിനകത്ത് ഒന്ന് ഒതുക്കി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും ജസ്റ്റ് ഇതൊന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് 2 സൈഡും. അതായത് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം. അല്ല നാളത്തെ ഫംഗ്ഷനാണ് അല്ലെങ്കിൽ നാളെ ഉടുക്കാനുള്ളതാണെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സേഫായിട്ടുള്ള സ്ഥലത്ത് മാറ്റി വെച്ചാൽ മതി. ബട്ട് ഞാൻ എൻ്റെ ബ്രൈഡ്സിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാറുണ്ട്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടി. നമ്മൾ വീട്ടിലേക്ക് പോയിട്ടല്ലേ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു ഡാമേജും വരാത്ത രീതിയിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഈ താഴത്തെ 2 പ്ലേറ്റ്സിലും കൂടി ഞാൻ പിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ സാരി ഫോൾഡിങ് അത്രയേ ഉള്ളൂ. ഇനി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് 2-3 ഡേയ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് വരുന്നത് 2-3 ഡേയ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരിക്കലും ഒത്തിരി ദിവസത്തേക്ക് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നത് സാരിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ബെറ്റർ ഒരു 2-3 ഡേയ്സിനകത്ത് ഫംഗ്ഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതിയാവും. യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് യൂസ്ഫുൾ ആവുന്ന വേറെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇനി ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് സജഷൻസ് തരിക. ഞാൻ എനിക്ക് പറ്റുന്നതൊക്കെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.